നമ്മളിപ്പോ പോണത് ബ്രഹ്മരം പോയിന്റ് കേട്ടെ. ബ്രഹ്മരം ഇവിടെ മെയിൻ സാധനം തന്നെ ബ്രഹ്മരം പോയിന്റ് ആണ്. നമ്മള് നെല്ലിയാമ്പതിയിൽ പോയാലും പറയും ബ്രഹ്മരം പോയിന്റ്. ഇവിടെയാണ് ബ്രഹ്മരം ഷൂട്ട് ചെയ്ത സ്ഥലം. അപ്പോ അതില് ബ്രഹ്മരം പോയിന്റില് മോഹൻലാല് ജീപ്പ് ഇങ്ങനെ ചവിട്ടി ആ സ്ഥലമാണ്. ഞങ്ങളെല്ലാരും ഉഷാറിലാണ് ഇരിക്കുന്നത്. നമ്മളെ ഞാൻ തിരിഞ്ഞ് എല്ലാ നേതാക്കളും കൂടി ഉണ്ട്. മോസ്കട്ടെ ബൈചട്ടെ സാബോ എല്ലാരും ഉണ്ട്. അപ്പൊ നമ്മള് ബ്രഹ്മരം പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കണല്ലേ? ഇത് നമ്മള് ചോദിക്കട്ടെ. അപ്പൊ നമ്മളെ തേനീച്ചക്കൂട് കണ്ടോ? തേനീച്ചക്കൂട് കിട്ടിയില്ല. അതിന്റെ വേണമെങ്കിൽ എല്ലാരും അങ്ങനെ ഉഷാറായിട്ട്. സ്ട്രോബെറി തോട്ടാണ്. സ്ട്രോബെറി ഉണ്ടോ? ഇല്ലാത്ര ഇല്ല. സ്ട്രോബെറി ആയിട്ടില്ല. അടുത്ത വരവ് നമുക്ക് സ്ട്രോബെറി ആക്കാട്ടോ. ആപ്പിൾ ഗാർഡൻ ഉണ്ട് ഇവിടെ. ആപ്പിൾ ഉണ്ടായിട്ടില്ല. ഈ ഏരിയയിലേക്ക് ആപ്പിൾ ഗാർഡനുകൾ ഇഷ്ടം പോലെ കേട്ടാ. നിങ്ങള് കാശ്മീർ പോയിട്ട് ആപ്പിൾ കാണുന്ന കിട്ടില്ല. ഇപ്പൊ കാന്തല്ലൂർ വരികയാണെങ്കിൽ നല്ല രീതിയിൽ ആപ്പിൾ കാണാം. 20 രൂപയുള്ള ബ്രഹ്മരം പോയിന്റ് തന്നെ നമ്മള് ട്രാവലർ ചേട്ടൻ ഇവിടെ എത്തിച്ചെന്നു. ഇവിടെ നിന്നാണ് നമ്മുടെ ബ്രഹ്മരം പോയിന്റിലേക്ക് ഉള്ളത്. സ്ട്രോബെറി തോട്ടമുണ്ട്. ബ്രഹ്മരം പോയിന്റ് 2 സ്ഥലത്തും ഉണ്ട് കേട്ടാ. ബ്രഹ്മരം പോയിന്റ് ഇവിടെയാ 300 മീറ്റർ ഇവിടെയാണ് ബ്രഹ്മരം പോയിന്റ്. സൂപ്പർ സ്ഥലം തന്നെ. ഇതിലാണ് മോഹൻലാല് ജീപ്പ് കൊടുന്ന് ഇങ്ങനെ കുതിച്ച് നിർത്തിയ സ്ഥലം. ഇവരിപ്പോ ഇതൊക്കെ വിരിച്ചിട്ടുണ്ട്. എന്തായാലും അങ്ങനെ ഒരു പോയിന്റ് കിട്ടിയ കാരണം ഇവർക്ക് അടിപൊളിയായിട്ട് ഇങ്ങനെ സ്ഥലം ബ്രഹ്മരം പോയിന്റ് എന്നുള്ള ഒരു പോയിന്റ് കിട്ടി. കാന്തല്ലൂരിൽ വരാൻ കാണാൻ സ്ഥലമായി. നമ്മുടെ നേതാക്കളൊക്കെ നടന്നു തുടങ്ങി. അവരെല്ലാവരും ഇതിന് പിന്നാലെ വരുന്നെങ്കിലും ബ്രഹ്മരം പോയിന്റിലേക്ക് 300 മീറ്റർ ആട്ടോ. എന്തായാലും കാന്തല്ലൂർ വരുന്നവര് ഈ സ്ഥലം കാണണം. എന്താ രസം. മഞ്ഞുമലകളിൽ ഇങ്ങനെ മലകളിൽ മേലെ മഞ്ഞ് മുട്ടി കിടക്കുക. ഞാൻ ഊതി കളയണോ പോയിട്ട് ഇവിടെ ആരില്ലേ. എന്തായാലും നല്ല ഫോട്ടോ റാഫി നമ്മുടെ ജോസിന് വേണ്ടി സെറ്റാക്കുന്നുണ്ട്. ഇത് നോക്കിയ കാലാവസ്ഥ, ബാക്കിലെ കാലാവസ്ഥ എന്താ രസം. 2 ജീപ്പുകൾ വരുന്ന ജീപ്പുകളാണ് പുള്ളി ഈ റൂട്ടില് കയറി പഠിച്ചു വരുന്നുണ്ട്. അവർ മറ്റേ ഇതാണ് നമ്മുടെ എന്താ പറയാ ട്രക്കിങ്ങിന് പോണത്. അങ്ങനെ അടുപ്പിച്ച് വരുന്നു. നമ്മള് ബ്രഹ്മരം ഷൂട്ട് പോയിന്റ് എത്തി. ഇവിടെ ടിക്കറ്റ് ഇല്ല. ഇവിടെ ടിക്കറ്റിന് എത്ര ഒരാൾക്ക്? 20 രൂപ. അത് കഴിഞ്ഞിട്ട് പിന്നെ മുരുകമല അതെവിടെയാണ്? കോഴിക്കട കഴിഞ്ഞിട്ട് പോകണം. പിന്നെ തൂവാനം വാട്ടർഫോൾ എവിടെയാ? അവിടെ തന്നെ അല്ലേ? മറയൂർ തന്നെ. പിന്നെ അപ്പൊ നമ്മളെ ഇവിടേക്ക് എത്തി. ഇവിടെ സീനടുത്തുള്ള ബ്രഹ്മരത്തിന്റെ സീനടുത്തുള്ള ജീപ്പായിട്ട് അല്ല അവിടെ വീട് ലാസ്റ്റ് വീട് ആ കുട്ടിയുടെ വീട് പിടിക്കണ ആ ഷെഡ് ഉണ്ടായില്ലോ. അല്ല മറ്റേ ജീപ്പ് കൊണ്ട് നിർത്തുന്ന അത് ഇവിടെയല്ല. അവിടെ കൊണ്ട് നിർത്തും. എടുത്തു. അപ്പൊ നെല്ലിയാമ്പതിക്കാരും പറഞ്ഞില്ല അവരെ ബ്രഹ്മരം ഷൂട്ടിങ് നടത്തിന്ന്. നെല്ലിയാമ്പതി സ്ഥലത്ത് കൊണ്ടായിട്ട് അവർ പറയല്ലോ ബ്രഹ്മരം ഷൂട്ടിങ് നടത്തി. ഇവിടെ തന്നെയാണല്ലേ മൊത്തം ബ്രഹ്മരം ഇതിനുള്ളിൽ. തിരുപ്പുട്ടി ബ്രഹ്മരം ഷൂട്ടിങ്. ആ മല അവിടെ പാറ അവിടെ ഉണ്ടല്ലേ? പാറയുടെ അവിടെ ഇങ്ങനെ കൊടുന്ന് ചവിട്ടി എടുത്തുന്ന സ്ഥലം. അല്ല ഇവര് വീട് കാണിക്കുന്നില്ലേ? ഇവിടെ സെറ്റ് ഇട്ടുണ്ടായിരുന്ന അവര് ഇതില് വേറെ സെറ്റ് ഇട്ടുണ്ടായിരുന്ന വീടുണ്ടാക്കിന് പൊളിച്ചോടെ സെറ്റ് ഇട്ടുണ്ടായിരുന്നു.
നിങ്ങളുടെ വീടാണോ? ഇത് ഞങ്ങളുടെ ഒരു കടയാണ് പുൽത്തൈലം ഉണ്ടാക്കുന്നത്. ഈ തൈലം ഉണ്ടാക്കുന്നത് പുല്ലിന്റെ തൈലം. ഇത് നമ്മുടെ അവിടുത്തെ പുൽത്തൈലം. ഇത് പുൽത്തൈലം ഉണ്ട് സാറേ. അത് പോയി കാണാതെ മേടിക്കാം. പിന്നെ ചെറുതാനുണ്ട്, യോക്കാലി തൈലുണ്ട്. ചെറുതാന അടിപൊളി ചെറുതാന. ഞങ്ങൾ വണക്കത്തൊരു എടുത്തുണ്ട്. അതിൻ്റെ ഉള്ളിൽ കിടക്ക എത്ര രൂപ? അതിന് 6 ലിറ്ററിന് 600. 1 ലിറ്ററിന് 1200. അല്ല അതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുമോ ചെറുത് തേനുള്ളു? ഞങ്ങൾ ആദിവാസികൾ മാത്രം പോകാൻ പറ്റും. പിന്നെ ഞങ്ങൾക്കുള്ള ആൾക്കാർ ഫോറസ്റ്റ് പിടിക്കില്ല. ആനൊക്കെ പറയും ഇത് കണ്ടോ, ഞങ്ങൾ ചാണ കണ്ടോ, ആ റോഡിൽ കൂടി വരുമ്പോ ചാണ. ചാണം തന്നെ ആനപ്പിണ്ടി ഡെയിലി ഒന്നും വരില്ല. ഒരു ദിവസത്തിന് വരും. പിന്നെ വേറെ മൃഗങ്ങളൊന്നുമില്ല. പിന്നെ കാട്ടുപോത്തുണ്ട്. അത് 2 മാത്രമാണ്. പിന്നെ പുലിയൊന്നുമില്ല. ഇല്ല അതിന്റെ ശല്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇല്ല അതിന് മേടിക്കാണ്ട്. ആണെ കാട്ടുപോത്ത്. ഇത് 2 മാത്രമാണ്. ശല്യമില്ല, ഒരു ശല്യമില്ല. അത് മിണ്ടാതെ പോകും, ഞങ്ങൾ മിണ്ടാതെ എടുക്കും. അത്രയാണ്. പകല് വരുവാനാ? പകൽ വരുമല്ലോ. രാത്രി 8-9 മണി കഴിഞ്ഞപ്പോ അവർക്ക് തിന്നാൻ കിട്ടാണ്ട് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങുള്ളൂ. കറണ്ട് വന്നിട്ടുണ്ട്. കറണ്ട് ലൈറ്റ് ഇവിടെ വേറെ സാറേ. പിന്നെ ഇവിടെ കറണ്ട് ഇടാൻ സമ്മതിച്ചു. ഇവിടെ പുൽത്തൈലാട്ടോ. അത് പുൽത്തൈലാണ് മൊത്തം. അങ്ങനെയുള്ള കാര്യങ്ങൾ. ബ്രഹ്മരത്തിലെ സീൻ പറഞ്ഞല്ലേ, അത് നോക്കി നോക്കാം. ബ്രഹ്മരം സീൻ നോക്കാം നമുക്ക്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാനുള്ളത് വണ്ടികൾ ഇങ്ങനെ ഇട്ടുണ്ട് പാർക്കിങ്ങിൽ. അത് കഴിഞ്ഞാൽ ഹട്ടിൽ കയറുക. ഹട്ടൊരു പ്രത്യേക ഹട്ടാട്ടാ. 7 പേര് മാത്രമേ ഹട്ടിൽ കയറാൻ പാടില്ല, അല്ലെങ്കിൽ നിലത്തേക്ക് എത്തുന്നത്. അങ്ങനെ നമ്മള് ഇവിടെ വന്ന മെയിനായിട്ട് സാധനമാണ് ഇതാണ് ഹട്ട്. ഹട്ടിന്റെ മേലേക്ക് ഭയങ്കര സെറ്റപ്പിലായിട്ട് വരും പണിതുള്ളത്. മരത്തിന്റെ ഉള്ളിലേക്ക് 7 ആൾ ചെരിഞ്ഞിട്ടാണ് കയറി പോണത്. ഒരു ചെറിയ റിസ്ക് ഉണ്ടെങ്കിലും കയറാൻ സുഖമുണ്ട്. തലമുട്ടും. ഇല്ല കുഴപ്പമില്ല. നല്ല വ്യൂ കേട്ടാ. വഴിയൊന്ന് ഭയങ്കര രസാട്ടാ. ചെറിയൊരു വഴിയാണ് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നത്. എന്റെ ഇടയിൽ കൂടെ ഇതിപ്പോ മഞ്ഞുമൽ ബോയ്സില് ഗുണാകേവില് പോയ പോലെ ഉണ്ട്. ഇപ്പൊ ഷാജേട്ടനാണ്. കൊറേ അധികം പടികള് ഇറങ്ങിട്ട് വേണം, കയറിട്ട് വേണം ഇതിന്റെ മുകളിലേക്ക് എത്താൻ. ഇറങ്ങി വന്നോ? മരത്തിന്റെ മുകളിലാണ് സെറ്റ് ചെയ്തേക്കണ. കേട്ടാ മരത്തിന്റെ മുകളിൽ ഗംഭീര സംഭവമാണ്. നമുക്ക് ഒരാൾ ഇറങ്ങി പോണു, അടുത്ത ആൾ ഇറങ്ങി പോണു. മറ്റേ വീട് ഞാൻ എടുത്തോണ്ട് വീട് എടുത്ത് ജോസ് ഇറങ്ങിക്കോ. ഓക്കെ. അങ്ങനെ ഇത് നമ്മുടെ ഇതിന്റെ മെയിൻ സ്ഥലത്തുനിന്ന് ഒരു 10-50 അടി വ്യത്യാസമുണ്ട്. നമ്മളത് ഗുണാകേവില് മറ്റേ കാണാത്ത പോലെ സംഭവമാണ്. അതൊരു മരം അടിപൊളിയായിട്ട് എത്ര കാലം പഴക്കണ്ടെന്ന് വെച്ചിട്ട് എന്തായാലും അവര് എന്തോ ഇതിനു വേണ്ടിട്ടേ ഇത് സിനിമയുടെ ബ്രഹ്മത്തിന്റെ ഇതിന് വന്നപ്പോ സീനായിപ്പോ പിന്നെ അവര് ഇതിന് വേണ്ടിട്ട് അവര് ഇങ്ങനെ സാധനം സെറ്റാക്കി. എന്തായാലും ഇത് 20 രൂപയ്ക്ക് ഒരു നഷ്ടമല്ല കേട്ടോ. അതിൻ്റെ ഉള്ളിൽ വന്നാലും എന്തായാലും കാന്തല്ലൂർ വരുന്നവര്
മെയിനായിട്ട് എടുക്കണം. ആ എന്തായാലും പെടയാണ് പെട. എടാ നമ്മളെ ഇവരൊക്കെ അവിടെ ഉണ്ട്. ഒരുത്ത തല കറങ്ങുന്നുണ്ടല്ലേ ഇച്ചു കയറാണ്ടിരിക്ക. അവ എല്ലായിടത്തും കയറും ഛർദിക്കണെന്ന് പറയണം. എന്തായാലും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഫുൾ മരാട്ടാ, എന്ത് മരാന്ന് അറിയില്ല. ഞാവലാട്ടാ, ഞാവല് ഈ ഞാവലുമ്മിലാണ് സെറ്റാക്കിയത് അവരിത്. എന്തായാലും നല്ല രീതിയിൽ കൊമ്പൊക്കെ വെട്ടി കറക്റ്റാക്കി ഹട്ടിന്റെ അവിടെ നിന്ന് എല്ലാരും കൂടി വീണ്ടും ഇത് എന്താ സാധനം യൂക്കാലിസ് ബ്രഹ്മരം വ്യൂ പോയിന്റ് അല്ല യൂക്കാലിസിന്റെ ഇടയിൽ കൂടെയാണ് യാത്ര. ആ ഇഞ്ചിപ്പുല്ല് വീണ്ടും എടുത്തു. പുൽത്തൈല അവിടെ നമുക്ക് നോക്കാം. പുൽത്തൈല ഉണ്ടാക്കണ കാണിച്ചു തരാന്ന് പറഞ്ഞവര്. അതിനെ ചേട്ടൻ പറഞ്ഞു അല്ല പുൽത്തൈല ഉണ്ടാക്കണ കാണിച്ചു തരാന്ന് ആ ചേട്ടൻ സംഭവിച്ചിട്ടുണ്ട്. നോക്കി നോക്കാം പോയിട്ട് നേരണ്ടോന്ന്. എന്തായാലും അത് നോക്കിട്ട് വാറ്റ പുൽത്തൈലം വാറ്റാന്നല്ലേ. ഉള്ള സാധനമാണ് ഈ സ്ഥലം. നമ്മളാരും ഇവിടെ എത്തിപ്പെട്ടിട്ടില്ല. നമ്മള് കേരളത്തിൽ തന്നെ കണ്ട് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പുറത്തേക്ക് കിടക്കണേ. ബ്രഹ്മരം പോയിന്റ് ആണ്. ഇത് ബ്രഹ്മരം ഇത് എവിടെയോ ബ്രഹ്മരം ഷൂട്ട് പോയിന്റ് എടുത്തോ. ഇവിടെ എവിടെയോ സ്ഥലത്താണ് ഷൂട്ട് പോയിന്റ് എടുത്തില്ല. ഇവിടെ എവിടെയാണ് അവര് വീട് സെറ്റാക്കിയിട്ടാണ്. ആ പറമ്പിലാണ് അവര് വീട് സെറ്റാക്കിയത്. അവരെ വീട് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു ഈ സൈഡിലാണ് തന്നെ. നമ്മുടെ എല്ലാ അംഗങ്ങളും ഇവിടെ എത്തി. ഇവിടെ ഒരു കാറ്റുള്ളവരിക്കാണ്. ഈ സ്ഥലമാട്ടാ നമ്മുടെ ബ്രഹ്മരത്തില് ആ കുട്ടീനെ കുച്ചിട്ട സ്ഥലം. അതിലിപ്പോൾ ഇങ്ങനെ ഹെഡ് പോലെ അടിച്ചു ഇവിടെയാണ് അവർ കുഴിച്ചിട്ടത്. അങ്ങനെ അവിടെ വീട് ആ സൈഡില് ഇവിടെ ഈ ഏരിയയിൽ അവർ വീട് പഠിച്ചത് ഒഴിഞ്ഞടങ്ങുന്ന സ്ഥലല്ലേ. നമ്മൾ നേരത്തെ കയറിയ ഹട്ടാണ് കാണുന്നത്. മേലെ ഹട്ടിൻ്റെ അടുത്തില്ല വീഡിയോ ഞാവലുമേ ഹട്ട് സെറ്റാക്കി. നമ്മളവിടെ പറ്റൂ ഇതൊക്കെ നമ്മൾ ഇതിനു വേണ്ടി ഇതാക്കണം. നമ്മളവിടെ എത്ര വലിയ ഞാവലുകൾ കിടക്കണം. ഞാവലും ആര് ശ്രദ്ധിക്കണം. ഇനി പുൽത്തൈലം ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് പോകണം കേട്ടോ നമ്മൾ. ഫ്രാഞ്ചേട്ടെ പുൽത്തൈലം ഉണ്ടാക്കുന്ന സ്ഥലം പുൽത്തൈലം അവിടെ പുൽത്തൈലം വിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞ തേനെ ആ ചേട്ടൻ പറഞ്ഞ 600ഉം 1200 പറഞ്ഞിരുന്നെ. നോക്കി നോക്കാം. ഇതെന്താ കുറച്ച് ആൾക്കാർ കേട്ടുള്ള അതാണുണ്ടോ വൈക്കോലിന്റെ ഹട്ടാണ്. കുടിൽ വ്യവസായമാണ് പുൽത്തൈലം. കുടിൽ വ്യവസായം നമ്മുടെ അവിടെയൊക്കെ കേട്ടോ. സൂര്യകാന്തി നിൽക്കണം നിപ്പ് നോക്കിയേ. പെണ്ണുങ്ങളായിട്ട് വന്നു കഴിഞ്ഞാൽ അപ്പാല കൂരി ഇതിന്റെ തൈ വേണമെന്നെ തല്ലു കേട്ടോ. സൂര്യകാന്തിയുടെ നിപ്പ് നോക്ക്. ഇത് കുറച്ച് ഇതായി കൊഴിഞ്ഞ കുറച്ച് പൂക്കളുണ്ടോ ഫുള്ള് ഇതാണ്. ആ മണം സ്മെൽ. വൈക്കോലാണിത്. ഇത് അടിപൊളി സെറ്റപ്പാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഹട്ടിന്റെ ഉള്ളില് തലടിച്ചു. ആ പുൽത്തൈലം പുൽത്തൈലം ഉണ്ടാക്കുന്നത്. ഒരു തുള്ളി ഒട്ടിച്ചാൽ ഫ്ലോർ ക്ലീനിങ് പിന്നെ ഇത് നമ്മുടെ ഫാഷൻ ബൂട്ടല്ലേ? എത്ര രൂപേനെ? ഇത് 230. നമ്മള് കുളിക്കാൻ വെള്ളം ചൂടുവെള്ളം കുളിക്കില്ലേ, 2 തുള്ളി മീൻസ് ഒരു 2 ml ഒഴിച്ചാൽ നല്ല അപ്പൊ ഭൂമിയിൽ വേണം.
ഏത് ഈ ഇഞ്ചി തൈല ആ ഇഞ്ചിൽ പുൽത്തൈലം പുൽത്തൈലം നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഡീലും ഇല്ല. ഞാൻ അവരുടെ ഒപ്പം വന്നതാ. അതല്ല ഞാൻ എന്താ അറിവ് സ്ഥിരം വന്നോന്നുള്ള ശീലം മേടിച്ചുള്ള ശരി ഞാൻ കുറച്ച് ആധികാരികമായിട്ട് പറയേണ്ടത് നമ്മുടെ അനുഭവമാണ് നമ്മൾ പറഞ്ഞത്. ഇതാണ് ഇതിന്റെ പുൽത്തൈലം ഉണ്ടാക്കുന്ന സെറ്റപ്പ്. അവിടെ മേലേക്ക് നോക്കിയ കരിഞ്ഞ് പുറത്ത് കാണുന്ന ഇത് ഇവിടെ ഇല്ല കേട്ടോ. ഇവിടെ കരിവാണ്. അല്ലല്ല പെയിന്റ് അടിച്ചില്ല പെയിന്റ് ഇവിടെ സെറ്റായിട്ട് പുൽത്തൈലം ഉണ്ടാക്കുന്ന സംഭവം കണ്ടില്ലേ. 600 കുരുമുളക് 800 കിലോ. ഇതാണ് നമ്മുടെ ചേട്ടൻ കച്ചവടം ചെയ്യുന്ന ചേട്ടൻ ഇരിക്കണം. ഈ പുൽത്തൈല എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നെന്ന് നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. വീഡിയോ എടുത്ത പറഞ്ഞോ ഇവിടെ എല്ലാ സ്ഥലത്തും നോക്കണം. ഇങ്ങോട്ട് അങ്ങോട്ട് നോക്ക് പറഞ്ഞോ. ഇവിടെ ചേട്ടൻ അതിനെ കുറിച്ച് ചേട്ടന്റെ പേര് ചേട്ടന്റെ പേര് പുൽത്തൈലം ഉണ്ടാക്കാൻ ആദ്യം തൊട്ട് തുടങ്ങുക. ഫ്രഷും പൂട്ടും അങ്ങോട്ട് നല്ല മധുരമുള്ള ഫ്രഷും പൂട്ടും നല്ല മധുരമുള്ള ഫ്രഷും പൂട്ടും. അത് 1/2 കിലോ ഫ്രഷും പൂട്ടും. ഒരു പുൽത്തൈലം കൊടുത്ത പുൽത്തൈലം. ഓക്കെ ഓക്കെ പുൽത്തൈലം വേറെ സെറ്റാണ്. തേന് ഇഞ്ചിയൊക്കെ ഉണ്ട്.